അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് വീട്ടിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വളരെ എങ്ങനെയാണോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കാം. വളരെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഗുലാബ് ജാമുന് ആവശ്യമായ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. കപ്പ് പഞ്ചസാരക്ക് അതേ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ ഒഴിച്ചെടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് അരിച്ചെടുക്കാം. പഞ്ചസാര നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. 1 കപ്പ് പാൽപ്പൊടി കൊണ്ടാണ് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ അപ്പക്കാരം, നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇതിൽ 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു വെക്കുക. അതായത് ഓരോരോ ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചിട്ട് വെക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല കൂടുതൽ കുഴച്ചെടുക്കാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന പോലെയൊന്നും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഓയിൽ വരട്ടിയിട്ട് ഇതുപോലെ ഉരുട്ടിയിരിക്കുക. ഇതുപോലെ മതി, കൂടുതൽ കുഴക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടാണ്ട, ഒരു മീഡിയം ചൂടായാൽ മതി. നല്ലപോലെ ചൂടായാൽ പെട്ടെന്ന് തന്നെ പാൽപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടായാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു മാറ്റാം. ഇനി ഇതിലേക്ക് വെള്ളം ഇറക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ചെറിയ തീ വേണം വെക്കാൻ വേണ്ടി. ഞാൻ വളരെ ചെറിയൊരു ഉരുളയിലാക്കി എന്നിട്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്ന് നമ്മൾ അധികം കുഴച്ചെടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കും. നല്ല സോഫ്റ്റ്, നമ്മൾ ഷോപ്പിംഗ് ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ കിട്ടും. ഇതുപോലെ ഉണ്ടാക്കിയാൽ ആ ഒരു സോഫ്റ്റ്നെസ് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇതായിട്ട് പൂജിയെടുക്കാം. എന്നിട്ട് പൂജയുടെ തന്നെ രണ്ടൊക്കെ കളഞ്ഞിട്ട് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുനാണ്. കുറച്ച് വെള്ളത്തിലായിട്ട് ഞാൻ ഉരുളയാക്കിയത്. നല്ല വലിയ ഗുലാബ് ജാമുൻ, വളരെ സോഫ്റ്റാണ്. എന്താ ഉരുളക്ക് നല്ല ജ്യൂസിയാണ്.
ഓക്കെ, കാണുമ്പോൾ തന്നെ എന്തൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. എന്നാൽ ഇതുപോലത്തെ നല്ല ഗുലാബ് ജാമുൻ കിട്ടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വെൽപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.